ഹായ് ഫ്രണ്ട്സ്, ഇതാണ് സ്വീറ്റ് അമ്പയം. വലിയ മധുരം ഇല്ലെങ്കിലും പച്ചമാങ്ങയുടെ സ്വാദാണ് ഇതിന്. ഈ അമ്പയം ഉപയോഗിച്ച് ചമ്മന്തി ഉണ്ടാക്കാനും കറികളിൽ ഇടാനും ഉപ്പിലിടാനും അച്ചാറിനും നല്ലതാണ്. വലിയ പരിചരണം കൂടാതെ നല്ല രീതിയിൽ സീസൺ ഇല്ലാതെ എല്ലാ സമയവും കായ്ക്കുന്ന ഇനമാണ് ബഡ് ചെയ്ത സ്വീറ്റ് അമ്പയം. നാരുകളില്ലാത്ത ഇനവുമാണ് ഇത്. കുറച്ച് മൂത്ത് കഴിഞ്ഞാലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കായ്കൾ. നാരില്ലാത്ത ഇനമായതുകൊണ്ടാണ് ഈ അമ്പയം മൂത്ത് കഴിഞ്ഞാലും ഉപയോഗിക്കാൻ പറ്റുന്നത്. ഈ മരത്തിൽ തന്നെ പൂവും പിഞ്ച് കായ്കളും വലിയ കായ്കളും നിങ്ങൾക്ക് കാണാൻ കഴിയും. ചട്ടിയിൽ വളർത്താൻ കഴിയുന്ന ഇവയെ നിലത്ത് നട്ടാൽ കൂടുതൽ ഈൽഡ് ലഭിക്കുന്നതാണ്. നിലത്ത് നടുമ്പോൾ 2 അടി കുഴിയെടുത്ത് ജൈവവളം ചേർത്ത് നടുന്നതാവും നല്ലത്. ഇവിടെ രാസവളം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഇതുപോലെ കുല കുത്തി കായ്ക്കാൻ 3 മാസം കൂടുമ്പോൾ ജൈവവള സ്ലറി ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. ഇതിൻ്റെ ഇലകൾക്കും കായ്കൾക്കും വളരെ ഔഷധ ഗുണമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. കൂടുതൽ ഉയരത്തിൽ വളരാത്തത് കൊണ്ട് സ്ഥലപരിമിതി ഉള്ളവർക്ക് പോലും നട്ടു വളർത്താൻ പറ്റിയ പഴച്ചെടിയാണ് ഈ സ്വീറ്റ് അമ്പയം.